ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് വയനാട്ടിലൊരു റെസ്റ്റോറൻറ്റിലാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്ത് കണ്ട് ഇങ്ങനെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. വരട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡുകളൊക്കെ എന്ന്. അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് മട്ടൻ ബിരിയാണിയാണ്. അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗ്യാസ് എടുത്താണ്ട് നോക്കട്ടെ, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. പൊതുവെ വയനാട്ടിലത്തെ ബിരിയാണി നല്ല ടേസ്റ്റാണ് കേട്ടിരിക്കുന്നത്. അങ്ങനെ മട്ടനൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് കണ്ടുണ്ട് മട്ടൻ ഞാൻ കഴിക്കൂല, അതിൻ്റെ റൈസ് മാത്രം ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. റൈസ് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല രസമുണ്ട് മട്ടൻ്റെ ഇത് കഴിക്കാൻ. പിന്നെ ചട്ടിപ്പൊറാട്ട എന്ന് പറഞ്ഞു, ചട്ടിപ്പൊറാട്ട ഇത് ഫുള്ള് ബീഫാണ് കേട്ടോ വരുന്നത്. കളർഫുള്ള് ഇങ്ങാണ്ടുണ്ട്. മേലെ മാത്രമേ ഉള്ളൂ എന്ന് കരുതിഞ്ഞു ഈ ബീഫൊക്കെ. അപ്പോൾ നോക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയാണ് നോക്കുമ്പോഴാണ് അടിയിൽ ബീഫിൻ്റെ ഗ്രേവി. ആ ഗ്രേവി നല്ല ടേസ്റ്റ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ മേലൊരു ഹാഫ് ഓയിൽ വെച്ചിരിക്കുന്നത് മുട്ട. കഴിച്ചിട്ട് നോക്കട്ടെ എങ്ങനെ ഉണ്ട് പറയാം. നല്ല ഫ്രൈയും ആ വരട്ടൊക്കെ ഉണ്ടല്ലോ ബീഫിൻ്റെ, കൂട്ടി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഗ്രേവി കൂട്ടി കഴിക്കാൻ എന്താ രസമെന്നോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കണ്ടില്ലേ, ബീഫൊക്കെ നോക്കി ഭയങ്കര സോഫ്റ്റ് കണ്ടുണ്ട്. ഈ വരട്ടിയതാണെങ്കിലും നല്ല ടേസ്റ്റ്. ഫ്രൈ ഇത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ ഗ്രേവി കണ്ടിട്ടില്ലേന്നേ, പിന്നെയാണ് കണ്ടത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പിന്നെയും കഴിക്കുമ്പോൾ തന്നെ തോന്നാമല്ലോ അത് ടേസ്റ്റ് ഉണ്ടായിട്ടാണെന്ന്. പിന്നെ അടുത്തത് അതായത് ഓർഡർ ചെയ്തതൊരു സിംഗപ്പൂർ ഫ്രൈഡ് റൈസാണ്. എല്ലാതും പാടെ മിക്സഡ് ആയിട്ടുള്ളത്. ബേബി കൂണ്, പിന്നെ ഫിഷ്, ചിക്കന്, എഗ്ഗ്, അങ്ങനെ എല്ലാതും ഉണ്ടായിങ്ങാണ്ടില്ലേ. എന്താ ചൂടെന്നോ, നല്ല ചൂടുണ്ടായിരുന്നേ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാ ഫ്രൈഡ് റൈസിൻ്റെ മാതിരിയല്ല, നല്ലൊരു ഇതുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് ടൈഗർ ചിക്കൻ എന്ന് പറയും. ടൈഗർ ചിക്കൻ അല്ല, ഡ്രാഗൺ ചിക്കന്. ഇത് വലിയ രസം തോന്നിയില്ല. നമ്മുടെ നാട്ടിലൊരു ഹോട്ടലുണ്ട്, അവിടുന്ന് ഇത് കഴിച്ചിരിക്കണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് ഇത് പോരാ, ഈ ഡ്രാഗൺ ചിക്കന് അത്രയ്ക്ക് പോരാ. ഇത് ഡ്രാഗൺ ചിക്കൻ അത് നമ്മുടെ നാട്ടിലത്തെ നല്ല ടേസ്റ്റ് ഉണ്ട്, നാട്ടിലത്തെ ഹോട്ടലിലത്തെ. ഇതൊരു കുത്തൽ പോലെ തോന്നി, കുറഞ്ഞൊരു കുത്തലുണ്ട് ഇത്. അപ്പോൾ ഇതല്ലാതെ ഇഷ്ടപ്പെട്ടില്ലത്. പിന്നെ ചട്ടിച്ചോറ് ഒന്ന് നോക്കുകയാണ് നിങ്ങൾ. ചട്ടിച്ചോറിൽ ഫുള്ള് മീനാണ്, വേറെ ഒന്നുമില്ല, പച്ചക്കറികളൊന്നുമില്ല, സീ ഫുഡ്. എവിടുന്നാണ് തുടങ്ങേണ്ടതെന്ന് അറിയണില്ല. കൂന്തളുണ്ട്, പിന്നെ ചെമ്മീനുണ്ട്, പിന്നെ വത്തൽ മീൻ, പിന്നെന്താണ് മീനിൻ്റെ ഉപ്പേരിൻ്റെ ബദൽ മീൻ കൊണ്ട് എന്തോ ഉണ്ടാക്കിയിരിക്കണ്. പിന്നെ മീനിൻ്റെ പൊടി ഉണ്ട്, മീൻ പൊടി എന്നുണ്ട്, അച്ചാറ്, മീൻ കറി ഉണ്ട്, പിന്നെ മീൻ മുളക് ഇട്ടത്. എവിടുന്നാ തുടങ്ങേണ്ടെന്നൊരു പിടുത്തം ഉണ്ടായിട്ടില്ലേന്നു. ഏതായാലും ഒന്ന് തുടങ്ങി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നോക്കട്ടെ കേട്ടോ. എന്താ പറഞ്ഞില്ലേ, മീനിൻ്റെ ഉപ്പേരി പോലെ ഉണ്ടെന്ന് പറഞ്ഞത്,
അതാണത് ആ സാധനം. ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാതും നല്ല രസമുണ്ട്. എന്താ പൊടി മീൻകറിയൊക്കെ എന്താ രസമെന്നോ, അതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിക്കണ് തോന്നുന്നുണ്ട്. എന്തായാലും കഴിച്ചു നോക്കട്ടെ, ഒക്കെ രസിച്ചെടുത്തങ്ങാണ്ട് കഴിച്ചു നോക്കുക. തൂത മീനാണ് തോന്നുന്നു കേട്ടോ, തൂതയാണ് തോന്നുന്നുണ്ട് മീൻ. ഒക്കെ പാടെ കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. എവിടുന്നാ തുടങ്ങേണ്ടതെന്ന് അറിയണില്ലേ, അത്രക്ക് സാധനങ്ങളുണ്ടതിൽ. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ഏതായാലും. പിന്നെ ഇത് ഐക്കൊറ മീൻ ബിരിയാണിയാണ് കേട്ടോ. ഐക്കൊറിൻ്റെ ബിരിയാണി. ഇവിടുത്തെ ബിരിയാണികൾ പൊതുവെ ഭയങ്കര ടേസ്റ്റാണ്. വയനാട്ടിലത്തെ ബിരിയാണികൾ നല്ല രസമുണ്ടാകും. അത് ഞാൻ കഴിച്ച് നോക്കുമ്പോൾ ആദ്യം കഴിച്ച് നോക്കിയിരിക്കണം, അപ്പോഴും അങ്ങനെ തന്നെ. പിന്നെ എല്ലാവരും പറയലുണ്ട് വയനാട്ടിലത്തെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഇത് പിന്നെ ചിക്കൻ ബിരിയാണി. ഒന്ന് നോക്കി നിങ്ങൾ, ചിക്കനൊക്കെ എന്താ ഒരു സോഫ്റ്റ്. ഒക്കെ ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, ഒക്കെ നല്ല രസമുണ്ടേ. സോഫ്റ്റ് എങ്ങാണ്ടുണ്ട് ചിക്കനൊക്കെ. ഇനി അടുത്തത് ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ് അത്രേ, ഫിഷ് തവ അങ്ങനെ പറഞ്ഞു. അത് ഭയങ്കര സോഫ്റ്റ് മീനാണ്, ഭയങ്കര സോഫ്റ്റ്, ഉള്ളിൽ ജ്യൂസി കണ്ടുണ്ട്. പുറത്ത് അല്ലാതെ ക്രിസ്പി കണ്ടില്ല, ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ്, ഭയങ്കര സോഫ്റ്റ് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ഉള്ളിൽ. ഇതതിനുള്ള സോസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് ഇവിടുത്തെ സ്പെഷ്യലാണ് അത്രേ, ഈ റെസ്റ്റോറൻറ്റിലത്തെ സ്പെഷ്യലാണ് എന്ന് പറഞ്ഞു. പിന്നെ ഫുഡടി കഴിഞ്ഞാണ്ട് ഇനി ഐസ് വേണമെന്ന് പറഞ്ഞു കുട്ടികൾക്ക്. അപ്പോൾ അതിങ്ങനെ വാങ്ങിണ്ടാകും കൂടി തിന്നു നോക്കണം. എന്താ ചോക്കോബാറി അതും കൂടി കഴിച്ചാണ്ട് ഒക്കെ കഴിച്ചാണ്ട് ഇങ്ങനെ മറ്റവരിങ്ങനെ വാങ്ങി കൊണ്ടുപോവാണേ മക്കളെ. എന്താ ഇതിപ്പോൾ എന്താ ഇതും അതേപോലത്തെ ഒരു ഐസ് തന്നെ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം ഓർഡർ ചെയ്തിരിക്കണം, അതിന് വെയിറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കണം. അപ്പം അതിൻ്റെ മുമ്പിൽ കുട്ടികൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിയതാണ്. പിന്നെ ഞാൻ കൂടി കൊടുന്നാണ്ട് കഴിച്ചാൽ ഞങ്ങളെ ഫുഡടി കഴിയും, എന്നിട്ട് ഞങ്ങൾ പോവും. അപ്പം അതിന് വേണ്ടി കാത്തിന്താ വന്നു. ഇത് ഇതൊക്കെ കഴിച്ചോട്ടെ കേട്ടോ. ഇത് വെണ്ണില ഐസ്ക്രീം. ഇനി അടുത്തത് ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം. അപ്പം ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് തരാൻ പറഞ്ഞിരിക്കുന്നു. എല്ലാവരും വെയിറ്റ് ചെയ്ത് കൊണ്ട് നിൽക്കണേ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ. അപ്പോൾ തരാമെന്ന് പറഞ്ഞ് വാങ്ങിയതാണ് ഞാൻ.
ഇത് സ്ട്രോബെറി. ഇതിന് മൂന്നിന് എനിക്ക് ആ വൈറ്റ് ആട്ടോ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് കഴിഞ്ഞു. ഇനി പോകാൻ വേണ്ടിങ്ങാണ്ട് ഇങ്ങനെ നല്ല പുറപ്പാടിലാണ്. ഇതെനിക്കിഷ്ടമായി, വെണ്ണില ഐസ്ക്രീം. ഇത് ഞാൻ കഴിച്ചു. ഇതായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നത്. മറ്റേത് ചോക്ലേറ്റൊക്കെ ഒരു കയ്പ്പ്.